പോളിസിസ്റ്റിക് ഓവറി മാത്രം, അതായത് വേറെ സിംറ്റംസ് അല്ലെങ്കിൽ വേറെ ലക്ഷണങ്ങൾ ഡോക്ടർ പറഞ്ഞ ഈ ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ സ്കാൻ റിപ്പോർട്ടിൽ മാത്രം പോളിസിസ്റ്റിക് ഓവറി, നമ്മൾ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യണം. അവരോട് പറയണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതിൻ്റെ ആരംഭമുണ്ട്, പക്ഷേ ഒരു സ്കാൻ റിപ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ അവരുടെ ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ട് 2ാം ദിവസം FSH, LH, ടെസ്റ്റോസ്റ്റിറോൺ അങ്ങനെയുള്ള പുരുഷ ഹോർമോൺ ലെവലും സ്ത്രീ ഹോർമോൺ ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊലാക്റ്റിൻ ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ അവരോട് പറയുക ഡയറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ജങ്ക് ഫുഡ്സ് ഭയങ്കരമായിട്ട് ഒഴിവാക്കണം, ഫൈബ്രസ് കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുക, പക്ഷേ ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും കുറയ്ക്കുക. നാരുള്ള ഭക്ഷണം ഇത്തരം കണ്ടീഷൻ വളരെ നല്ലതാണ്. വെയിറ്റ് കൂടാതെ നോക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇതാണ് അവർക്ക് നമുക്ക് പറയാനുള്ളൂ. പോളിസിസ്റ്റിക് ഓവറി ഡിസീസും ഇത് പ്രിവെന്റ് ചെയ്യാൻ, അതായത് തടയാനും ഇത് തന്നെയാണോ? ജന്മന അവർക്ക് ആ കണ്ടീഷനോട് പ്രോണാണ്. പക്ഷെ ഉള്ള ആൾക്കാർക്ക് രോഗലക്ഷണങ്ങൾ വരാതിരിക്കാൻ ഡയറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വഴി നമുക്ക് പറ്റും. വന്ധ്യത ഉള്ളവർക്കാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചികിത്സ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ചികിത്സ വേണ്ടി വരുന്നത്. അവരോട് നമ്മൾ പറയാറുണ്ട് ഫോളിക് ആസിഡ് കഴിക്കുക, പിന്നെ മെറ്റ്ഫോർമിൻ അല്ലെങ്കിൽ മയോ ഐനോസിറ്റോൾ, അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു കണ്ടീഷൻ വരുന്ന ഒരു കണ്ടീഷനാണിത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം കുറയുന്നു ഈ ഇങ്ങനെയുള്ളവർക്ക്. അത് കാരണം പുരുഷ ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുന്നു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ ചെയ്യുന്നു. പിന്നെ ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആ സ്കാനിൻ്റെ പേരാണ് ഫോളിക്കുലർ സ്റ്റഡി. അത് ചെയ്ത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഓവുലേഷനുള്ള മരുന്നുകൾ കൊടുക്കുക. അതാണ് അങ്ങനെയുള്ളവർക്കാണ് കുറച്ച് നാൾ അടുപ്പിച്ച് ചികിത്സ വേണ്ടത്. അല്ലാതെ നമ്മളങ്ങനെ സ്ഥിരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാറില്ല. പിന്നെ വന്ധ്യത ചികിത്സിച്ച് അവർ പ്രഗ്നൻ്റ് ആയാലും നമ്മൾ അവരോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, നോർമൽ പോപ്പുലേഷന് 3% അബോഷൻ്റെ റിസ്ക് എങ്കിൽ ഇവർക്കൊരു 10% അബോഷന് റിസ്ക് ഉണ്ട്. അപ്പോൾ അത് കാരണം മരുന്നുകൾ 3-ാം മാസം വരെയും തുടരണം. അതേപോലെ അബോഷൻ ആവാതിരിക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഈ കൂട്ടത്തിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ ഒരു ഭയമാണ്, വേറെ സൈഡ് ഇഫക്റ്റ്, അതിന് വല്ല സൈഡ് ഇഫക്ട്സ് ഉണ്ടോ? ചികിത്സിക്കുന്നത് നമ്മൾ ആ പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കുന്നവരെ മാത്രമേ നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുക്കുന്നുള്ളൂ. പിന്നെ അണ്ടം വളരുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് അണ്ടം വളരാനും പൊട്ടാനും വേണ്ടി ചില ഹോർമോൺസ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ അത് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം റെഗുലറായിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പേടിക്കേണ്ട. പിന്നെ നമ്മൾ വളരെ ഷോർട്ട് ടേം ട്രീറ്റ്മെൻറ്റ്, അതായത് 6-12 മന്ത്സിനുള്ളിൽ പേഷ്യൻ്റ് യൂഷ്വലി കൺസീവ് ചെയ്യുകയാണ്, പ്രഗ്നൻ്റ് ആവുകയാണ്. അപ്പം നമ്മൾ ആ തരം ഹോർമോൺസ് ഒരിക്കലും വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നില്ല. പ്രൊവൈഡഡ് നമ്മൾ വളരെ കുറേ നാൾ ഓവർ ഡോസായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആ ഹോർമോൺസിനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. പോളിസിസ്റ്റിക് ഓവറി ഡിസീസ്, ഇപ്പോൾ ഒരാൾ അങ്ങനെ വന്ധ്യതയ്ക്ക് നമ്മൾ ചികിത്സ ചെയ്ത് പ്രഗ്നൻ്റ് ആയി, അങ്ങനെ ഒരാൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എബോഷനായി പോകാതിരിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ക്യാപ്സ്യൂൾസും ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് 13 ആഴ്ച മുതൽ 20 ആഴ്ച വരെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള സ്ത്രീകളിൽ 10% ആൾക്കാർക്ക് പെട്ടെന്ന് ഗർഭപാത്രം തുറന്നു പോയി കുട്ടീനെ വേദനയില്ലാതെ പ്രസവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ കീഴ്ഭാഗത്തിനെ സെർവിക്സ് എന്ന് പറയും, അതിൻ്റെ ലെങ്ത് നോക്കി അവിടെ ഒരു സ്റ്റിച്ച് ഇടണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തവർക്ക് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ ഗർഭകാലത്ത് പ്രഷറും ഷുഗറും വരുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. ചില ആൾക്കാർക്ക്, അതായത് 10% ആൾക്കാർക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭകാലത്ത് വരുന്ന ഷുഗർ അല്ലെങ്കിൽ ജെസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ, ഗർഭകാലത്ത് വരുന്ന പ്രഷർ കൂടാനുള്ള സാധ്യത 10%ഓളം കൂടുതലുണ്ട്. അപ്പം നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ ഷുഗറിൻ്റെ ഗ്ലൂക്കോസ് ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം. അതേപോലെ ഓരോ റെഗുലർ ആയിട്ട് വരുമ്പോഴും ഓരോ മാസവും നമ്മൾ BP മോണിറ്റർ ചെയ്യണം. അതിനുള്ള സാധ്യത അവർക്ക് കൂടുതലുണ്ടെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ പ്രീ ടേം ലേബർ, മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യതയും ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആവണം. അപ്പം അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് തടയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, അവർക്ക് പൊണ്ണത്തടിയുള്ള സ്ത്രീകളാണെങ്കിൽ അതൊന്ന് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ അത് കുറയ്ക്കുക. 3 മാസം മുമ്പേ ഫോളിക് ആസിഡും മെറ്റ്ഫോർമിൻ മുതലുള്ള മരുന്നുകളെല്ലാം കഴിച്ച് നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രഗ്നൻസി നടത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കുറച്ച് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ വേറെ എന്തൊക്കെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്? വന്ധ്യത വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടി വളരെ സ്ത്രീകളിലും വരുന്നുണ്ട്. മുഖക്കുരു ഒരു വലിയൊരു പ്രശ്നമാണ്. എത്ര ചികിത്സിച്ചാലും മാറുന്നത്. ചിലപ്പോൾ അവർ കുറേ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയി മുഖക്കുരുവിൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറിയാണ് അണ്ടർലൈൻ കണ്ടീഷൻ. അപ്പോൾ ആ പുരുഷ ഹോർമോൺ കുറയ്ക്കാതെ നമുക്ക് മുഖക്കുരുവിന് വേണ്ടി എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലും കാര്യമില്ല. അതേപോലെ പലരും ലേസർ ചികിത്സയ്ക്ക് പോലും പോയിട്ട് ഡിസാർട്ടൻ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് ലേസർ ചികിത്സ വെച്ചിട്ടും രോമവളർച്ച തിരിച്ചു വരുന്നത്? നമ്മൾ ആ പുരുഷ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാത്തതാണ്. അപ്പോൾ അത് വരാം.
പിന്നെയുള്ള എബോഷൻസിൻ്റെ റിസ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രഷറും ഷുഗറും ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് 40 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഫ്യൂച്ചർ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒബീസിറ്റി കൊളസ്ട്രോൾ ഇതെല്ലാം വരാൻ. പിന്നെ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈസ്ട്രജൻ കൂടുതലുള്ള ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഓവറി. അപ്പോൾ ഈസ്ട്രജൻ കൂടുതലും പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ കുറവുമാണ് ഈ സ്ത്രീകൾക്ക്. അപ്പം ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ചാണ് ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസറും. ഈ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസ് ഇങ്ങനെയുള്ളവർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അവർക്ക് ബോധവതികളാക്കണം. നമ്മൾ പറയണം അവരുടെ വെയിറ്റ് ലോസ് ചെയ്യണം. ഈ വക മാമോഗ്രാം ഒരു 40 ഇയേഴ്സിന് ശേഷം മാമോഗ്രാം ചെയ്ത് നോക്കുക. ഈസ്ട്രജൻ എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാതെ ഈസ്ട്രജൻ ഹോർമോൺ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കാൻ അലൗ ചെയ്യുമ്പോഴാണ് ഇത്തരം എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് വരുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് അവരോട് ഒരു അവയർനെസ് കൊടുക്കണം. അത് പിന്നെ ഡോക്ടർ വേറെ സംശയമുള്ളത്, നമ്മുടെ ഈ മെൻസസ് ആർത്തവത്തിൽ ഇങ്ങനെ മാസം തെറ്റി വരിക, അത് ഇതിൽ ഈ അസുഖത്തിൽ കാണാറുണ്ടോ? എനിക്ക് അസുഖം എന്നത് പറയാൻ പറ്റത്തില്ല, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എന്നാൽ പോലും ഒരു 30% സ്ത്രീകൾക്ക് ആർത്തവ ക്രമക്കേടുകളായിട്ടാണ് നമ്മുടെ അടുത്ത് വരാറുള്ളത്. മധ്യത കഴിഞ്ഞാൽ ആർത്തവ ക്രമക്കേടുകളാണ് പിന്നെയുള്ള പ്രശ്നം. അപ്പോൾ നമ്മളത് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സാധാരണ ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം 28 മുതൽ 35 ദിവസം വരെയാണ്. അവരുടെ പീരീഡ്സ് 5 മുതൽ 7 ദിവസം വരെയാണ് മാക്സിമം പോകാവുന്നത്. 80 ml ബ്ലഡാണ് പോകുന്നത്. ഇങ്ങനെയുള്ളൊരു പീരീഡ്സ് ആണെങ്കിൽ അത് നോർമൽ ആർത്തവ ചക്രമാണ്. പക്ഷേ അതിനപ്പുറം 35 ദിവസത്തേക്കാൾ വൈകി പീരീഡ്സ് വരുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മുടെ ടൈപ്പ് ഓഫ് ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ കാണുന്ന ഏറ്റവും അധികം കൂടുതൽ കാണുന്ന കാരണം പോളിസിസ്റ്റിക് ഓവറിയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി സ്ക്രീൻ ചെയ്യുന്നു, അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു. ചെറിയ കുട്ടികളാണ് വരുന്നെങ്കിൽ 18 വയസ്സ് കീഴിലുള്ള കുട്ടികളാണ്, അവർക്ക് ബ്ലീഡിങ് തെറ്റി വരുന്നു എന്നുള്ളത് മാത്രമേ അവരുടെ പ്രശ്നമുള്ളെങ്കിൽ നമ്മൾ ആദ്യം അവരോട് പറയാൻ പോകുന്നത് വ്യായാമം ചെയ്യുക, ഫാറ്റി ഫുഡ് കുറയ്ക്കുക, ഡയറ്റിൽ നല്ലോണം ശ്രദ്ധിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഒരു 5 കിലോ വെയിറ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആർത്തവ ക്രമക്കേടുകൾ കറക്റ്റാക്കാൻ പറ്റും. പക്ഷേ അവർ വരുന്നത് കുറേ മാസങ്ങളോളം പീരീഡ് വരാതിരുന്നിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ആയിട്ട്, അങ്ങനെ ഹെവി ആയിട്ട് ബ്ലീഡിംഗ് ആയിട്ട്, ചിലപ്പോൾ എനീമിക് ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഹോർമോൺ പ്രൊജസ്ട്രോൺ ആണ്. ആ പ്രൊജസ്ട്രോൺ സപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവരുടെ ബ്ലീഡിങ് നിൽക്കുള്ളൂ. നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യും 10 ദിവസത്തേക്ക്. പിന്നെ അടുത്ത ആർത്തവചക്രം മുതൽ അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഹോർമോണിൻ്റെ റിപ്പോർട്ടിൻ്റെ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ആനുപാതികമായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കും. 3 മുതൽ 6 മാസം ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ആർത്തവ ചക്രം റെഗുലർ ആകും. സോ നമ്മൾ അമ്മമാരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഹോർമോൺ ചികിത്സ കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷേ ബ്ലീഡിങ്ങിൻ്റെ പ്രോബ്ലം ശരിയാക്കാനും പിന്നെ ഭാവിയിൽ അവർക്ക് വന്ധ്യതൊന്നും വരാതിരിക്കാനും നമുക്ക് ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കൂടുതൽ നമുക്ക് കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഷോർട്ട് ടേം കോഴ്സ് 3 to 6 months നമ്മൾ കൊടുക്കുന്നതോടുകൂടി ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ 25 മുതൽ 30 വയസ്സ് 35 വയസ്സ് കുട്ടികളാവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ എല്ലാ പീരീഡ്സും ട്രീറ്റ് ചെയ്ത് കറക്റ്റാക്കിയിട്ട് ചിലപ്പോൾ അവർ കൺസീവ് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ കുറേ വൈകുന്നിരിക്കും. അപ്പം നമുക്ക് വന്ധ്യതയ്ക്കുള്ള പരിഹാരം ആദ്യം ചെയ്യുമായിരിക്കും. ഈ ആർത്തവ ക്രമക്കേട് ട്രീറ്റ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ അതും കൂടെ ചെയ്യണം, മധ്യതയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. 40 വയസ്സ് കഴിഞ്ഞ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുക്കാൻ നമുക്ക് വലിയ ഇഷ്ടമില്ല. കാരണം തടി കൂടുമോ, പ്രഷർ വരുമോ, ഷുഗർ വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർക്കുണ്ടോ. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അതിനനുസരിച്ചുള്ള മരുന്നുകൾ മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്ന ഹോർമോൺസ് തടി കുറയ്ക്കുന്നതാണ്. പുരുഷ ഹോർമോൺ കുറയുന്നത് വഴി അവർക്ക് തടി കുറയ്ക്കുന്നതാണ്. അവർക്ക് ഇപ്പോൾ ഷുഗറോ പ്രഷറോ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ 3-6 മാസം നമ്മൾ ഹോർമോൺ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോപ്പർട്ടി പോലെ മെറീന അങ്ങനെയുള്ള കോയിലുകളുണ്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ. ലീവോനോർജെസ്ട്രൽ എന്ന് പറഞ്ഞാൽ ഹോർമോൺ കണ്ടെയ്ൻ ചെയ്യുന്ന പലതരം കോയിലുകൾ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന അവൈലബിളാണ്. അത് ഇടുന്ന വഴി നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വായിക്കൂടെ കഴിക്കുന്നത് ഒഴിവാക്കി വെജൈനലി നമ്മൾ യൂട്രസിന് ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന വഴി ആ ആർത്തവ ക്രമക്കേടിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷനാവും. അവർക്ക് ബ്ലീഡിങ് കൂടുതലുണ്ടാവുന്നില്ല. അവർക്ക് മാസത്തിൽ നിൽക്കുന്നവർ 5 കൊല്ലത്തിൽ ഒരിക്കലേ ആ കോയിൽ മാറേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതേസമയം അതൊക്കെ ഓറലി വായിക്കൂടെ കഴിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി. വന്ധ്യത ഉണ്ടാവുമ്പോൾ നമ്മൾ ആർത്തവം അധികം കറക്റ്റ് ചെയ്തില്ലെങ്കിലും മരുന്ന് വഴി നമ്മൾ പ്രഗ്നൻ്റ് ആവാൻ, അതായത് ഗർഭിണിയാവാൻ നോക്കുമെന്ന്. അതിന് എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്? വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ മെയിനായിട്ടും ഒരു ഡോമിനൻ്റ് ഫോളിക്കിൾ ശരിക്കും വളരാത്തതാണ്. അതായത് അവരുടെ അണ്ടം ശരിക്കും വളരാത്തതാണ്. അപ്പോൾ അണ്ട വളർച്ചയ്ക്ക് നമ്മൾ 2ാം ദിവസം മുതൽ 6ാം ദിവസം വരെ, പീരീഡ്സ് തുടങ്ങി 2ാം ദിവസം മുതൽ 6ാം ദിവസം വരെ ഓവുലേഷനുള്ള മരുന്നുകൾ
കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ 8-ാം ദിവസം 9-ാം ദിവസം അവരോട് നമ്മുടെ ഒപിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. നമ്മളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നു അണ്ടത്തിൻ്റെ സൈസ് എന്താണെന്ന്. ആ സൈസിനനുസരിച്ച് ഒരു അണ്ടം 18 mm ആവുമ്പോൾ മാത്രമേ ഓവുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 18 mm ആവുന്നവരെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗുളികയോ, ഇനി ആവശ്യം അതിനേക്കാൾ ഗുളിക കഴിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ഇഞ്ചക്ഷനുകളോ ആഡ് ചെയ്യുന്നു. 14-ാം ദിവസമോ 15-ാം ദിവസമോ അണ്ടം പൊട്ടിയിട്ടില്ലെങ്കിൽ പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അതിനുശേഷം അത് പിടിക്കാനായിട്ട് പ്രൊജസ്ട്രോൺ ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വന്ധ്യത പരിഹരിക്കുന്നത്. ഇപ്പോൾ ഈ മുഖക്കുരു, അമിത രോമ വളർച്ച എന്നൊക്കെ പറഞ്ഞല്ലോ, അതിന് നമ്മൾ എന്താ ചെയ്യുക? ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് അത് കുറയ്ക്കുന്നത്. ചില ആൾക്കാർക്ക് നമുക്ക് അതിനുവേണ്ടി കെമിക്കൽ പീലിങ്ങോ ലേസർ ചികിത്സയിലോട്ട് വിടാറുണ്ട്. അത് ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഒരു 3 മാസം കൊടുത്ത ശേഷം അതിലോട്ട് പോവുകയാണെങ്കിൽ റിസൾട്ട്സ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കുറച്ചുള്ള ഭക്ഷണങ്ങൾ, കലോറി നല്ലോണം കുറയ്ക്കുന്ന വഴി തന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് അതിൽ തന്നെ ശരിയാവും. പിന്നെ എക്കാന്തോസിസ് നൈഗ്രിഗൻസ് എന്ന് ഒരു കറുത്ത വരയം പോലെ ചില സ്ത്രീകളുടെ കഴുത്തിന് ചുറ്റും കാണാറുണ്ട്. അത് ഈ പുരുഷ ഹോർമോണിൻ്റെ അളവിൻ്റെ ഒരു ലക്ഷണമാണ്. അതും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ വെറുതെ സാധാരണ ക്രീം പരട്ടിയാലൊന്നും ആ കറുത്ത നിറം മാറാൻ പോകുന്നില്ല. പുരുഷ ഹോർമോൺ കുറയ്ക്കുക തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഡോക്ടർ, പിന്നെ വേറെ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ ഈ സാധാരണ ലക്ഷണങ്ങളല്ലാതെ വേറെ ലക്ഷണങ്ങളായിട്ട് വരാറുണ്ടോ? ചിലപ്പോൾ വന്ധ്യത ചികിത്സയ്ക്ക് പോയ ആൾക്കാർ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൻ്റെ മരുന്നുകൾ കഴിച്ചിട്ട് ചിലപ്പോൾ അവർ ഫോളോ അപ്പിൽ നിൽക്കാതെ അവർ ആ മരുന്നുകൾ തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനോടുകൂടി തന്നെ അണ്ടാശയങ്ങൾ ഭയങ്കര വലുതായിട്ട് 20 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ വലിയ അണ്ടാശയങ്ങളായിട്ട് വരുന്നത്. അതിനെയാണ് ഓവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പം വയറിൽ നീർക്കെട്ടൊക്കെ ആയിട്ട് ചിലപ്പം ഗുരുതരാവസ്ഥയായിട്ട് ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലോട്ടൊക്കെ റെഫർ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇതിനകത്ത് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. വന്ധ്യത ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓവുലേഷനുള്ള മരുന്നുകൾ തരുമ്പോൾ ചില ആൾക്കാരുടെ ഓവറീസ് പെട്ടെന്ന് എൻലാർജ് ചെയ്യും. അതിൽ നിന്നുള്ള ഫ്ലൂയിഡ് വയറ് മുഴുവനും കെട്ടി വീർക്കുകയും ഒരു ചെറിയ ആയിട്ട് ലങ്സിലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിന് നമ്മൾ നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് അവരെ വെൻറ്റിലേറ്ററിലിട്ട് അവരുടെ വെള്ളം കുത്തിയെടുത്ത് അങ്ങനെയൊക്കെ അത് പരിഹരിക്കാറുണ്ട്. ചിലപ്പോൾ മരുന്നിലൂടെ തന്നെ അത് വറ്റിപ്പോകാറുണ്ട്. മിക്കവാറും അങ്ങനത്തെയുള്ള കേസുകളിൽ അവർ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യതയും കുറച്ച് കൂടുതലാണ്. അതാണ് ഒരു റെയറായിട്ട് വരാറുള്ളൊരു സംഭവം. പിന്നെ പലപ്പോഴും നമ്മുടെ ഓർമ്മയിലുള്ളത് പലപ്പോഴും പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് 3-4 മാസം കൂടുമ്പം പീരീഡ് വരുന്നു. പീരീഡ് വന്നാൽ നിൽക്കാതെ വരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. വീണ്ടും ഇതേ 3-4 മാസം കൂടുമ്പോൾ പീരീഡ് വരുന്നു, നിൽക്കാതെ വരുന്നു. അപ്പോൾ അവർ ആ ഇതുമായിട്ട് അക്കസ്റ്റംഡ് ആയതിന് അവരെന്ത് ചെയ്യും? വീണ്ടും ഡോക്ടറോട് ചോദിക്കാതെ അവരുടെ നിർദ്ദേശം ഇല്ലാതെ തന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിച്ച് അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പം മരുന്നിൽ നിൽക്കാതെ വരും. അപ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ കാണുന്നത് അവൾ ഓൾറെഡി എൻഡോമെട്രിയൽ ക്യാൻസർ ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനോട് എപ്പോൾ ഒരു രോഗി റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ, 6 മാസം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് രോഗി റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നെങ്കിൽ, പ്രത്യേകിച്ച് 45 കഴിഞ്ഞുള്ള സ്ത്രീകളിൽ നമ്മൾ ഒരു ബയോപ്സി എടുത്തിട്ട് ഇത് തന്നെയാണ് അസുഖം എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് വേണം ബാക്കി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ. അങ്ങനെ ഉള്ള കണ്ടീഷൻസ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പൊതുവേ ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു ഭയമാണ്. വന്ധ്യത അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തിലുണ്ടാവും. അപ്പോൾ അത്രയും ഭയാനകമായ ഒരു ഇതല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇൻ്റർനെറ്റിൽ കൂടെയും പിന്നെ വളരെ ഹെൽത്ത് ക്യാമ്പയിൻസിൽ കൂടെയൊക്കെ ഇതിനെ കുറേ ഹൈപ്പപ്പ് ചെയ്യുന്ന കാരണം ആൾക്കാർ അതിനെക്കുറിച്ച് അവെയർ ആവുന്ന കാരണം എല്ലാവരും പോയി സ്കാൻ ചെയ്ത് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ പേടിച്ച് നടക്കാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ 10 കുട്ടികളിലോ 1-2 പേർക്ക് പോളിസിസ്റ്റിക് ഓവറി ലക്ഷണങ്ങൾ കാണാറുണ്ട്.